വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ അച്ഛൻ്റെ വചന സന്ദേശത്തിന്റെ ടൈറ്റിൽ ഇതാണ്, ബലഹീനതയിൽ ബലമേകുന്ന ദൈവം. ബലഹീനതയിൽ ബലമേകുന്ന ദൈവം. നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ ബലഹീനതകളിലെല്ലാം ബലമേകുന്ന ഒരു ദൈവമാണ്. നമ്മളുടെ തകർച്ചകളിലെല്ലാം നമുക്ക് ബലമേകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഏകാന്തതയിലെല്ലാം നമുക്ക് ബലമേകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ സഹനങ്ങളിലെല്ലാം നമുക്ക് ബലമേകുന്ന ഒരു ദൈവമാണ്. ആണോ? അങ്ങനെയുള്ളൊരു ദൈവമാണോ? നമുക്ക് ശക്തി തരുന്നൊരു ദൈവമാണോ? നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണോ? നമ്മെ കരുതുന്ന ദൈവമാണോ? ആണെന്ന് ഉറപ്പുള്ള ഒരു വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകളും ബലഹീനരാണ്, അല്ലേ? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും ബലഹീനരെ, കുറവുകളുള്ളവരെ നോക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ അച്ഛന് പറഞ്ഞു തരാമോ? ആണെന്ന് നിങ്ങൾ തലകുലുക്കി. ഒരു ബലഹീനനായ ആളെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് പറയാമോ? യാക്കോബ്. പിന്നെ മോശ. മോശയ്ക്ക് എന്തായിരുന്നു പ്രത്യേകത? വിക്കനായിരുന്നു. ഓക്കെ. പിന്നെ ആരാ? പത്രോസ്. വെരി ഗുഡ്. പത്രോസ് ബലഹീനനായ ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ആരെങ്കിലും ഉണ്ടോ? പൗലോസ് ആരായിരുന്നു? പൗലോസ് ഈശോയെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ബലഹീനരായ മനുഷ്യരെയാണ് കർത്താവ് എങ്ങോട്ടേക്ക് വിളിക്കുന്നത്? ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാനിപ്പോ നമ്മുടെ രൂപതയിലും അയൽ രൂപതകളിലും ഒക്കെ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്നുണ്ടല്ലോ കുറച്ച് നാളുകളായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാനൊരു രൂപതയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ രൂപതയിൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ് അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് ധ്യാനഗുരുവായത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. സെമിനാരിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങൾ പഠിച്ചതാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? ഞാൻ ഇത്രയും വർഷം നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ധ്യാനഗുരു ആവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലല്ലോ. എങ്ങനെ ഇത് സംഭവിച്ചു? അപ്പം അവനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, ധ്യാനഗുരു ആകാൻ, വചനം പ്രഘോഷിക്കാനായിട്ട് നിരന്തരമായി ജീവിക്കുന്ന ഒരു പുരോഹിതനായിട്ട് മാറാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം സെമിനാരി പഠിക്കുമ്പോൾ ഇങ്ങനെ ഓടിച്ചാടി നടപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഓടിച്ചാടി നടപ്പാണ്. ഭയങ്കര ഒരു ആവറേജ് പ്രസംഗം പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവരെങ്ങനെ ചിന്തിച്ചത്, ഇവൻ എങ്ങനെയാണ് ധ്യാനഗുരുവായത്? ഒരാൾ പറഞ്ഞത് ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എവിടെ പോയാലും എൻ്റെ കൂട്ടുകാർ പറയുകയാണ്, നീ എങ്ങനെ ധ്യാനഗുരുവായി? ഈ വാട്സപ്പ് മെസ്സേജുകൾ, എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് കണ്ടിട്ട് ചില സീനിയർ അച്ഛന്മാരൊക്കെ, നീ എങ്ങനെ ധ്യാനഗുരുവായി എന്നിങ്ങനെ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു പോയി. എനിക്കതിന് കിട്ടിയ മറുപടി ഇതാണ്, ദൈവം ബലഹീനരെയാണ് തിരഞ്ഞെടുക്കുക. ദൈവം ബലഹീനരെയാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക. നമുക്ക് ഈ വചനം ഒന്ന് എടുത്താലോ? 1 സാമുവേൽ 16 അധ്യായം 7 വാക്യം. പേജ് നമ്പർ പറഞ്ഞു കിട്ടുന്ന ആള്. 1 സാമുവേൽ 16 അധ്യായം 7 വാക്യം. ദൈവം എങ്ങനെയാണ് കാണുന്നതെന്നാ പറയുക. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് നമ്മളവിടെ കാണുകയാണ് സാമുവേല്. അപ്പോൾ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത് എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. കണ്ടോ? ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് സാമുവേല് വന്നേക്കാണ്. സാമുവേല് വന്നിട്ട് ആദ്യം നോക്കുന്നത് നമ്മുടെ ഈ ആദ്യത്തെ മക്കളെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ ഈ 9 പേരും ദൈവത്തിന് സ്വീകാര്യരല്ല. അവസാനം ഈ ദാവീദ്, ആട്ടിടയനായ ദാവീദ് വരികയാണ്, ഏറ്റവും അവസാനത്തെ മകനായിട്ടുള്ള ദാവീദ്. അപ്പൊ ദാവീദിനെയാണ് ദൈവം അഭിഷിക്തനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വായിക്കുന്ന വചനമാണ്, എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ, ഏറ്റവും അവസാനത്തെ മകനെ നോക്കുമ്പോൾ ഏറ്റവും സുന്ദരനും നല്ല ഉയരവും നിറവും ഒക്കെയുള്ള ആ അവസാനത്തെ ആളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. ഈ വചനത്തിന് തൊട്ട് മുമ്പ് ആരാ? ഏലിയാമിനെ കുറിച്ച് ഏലിയാമിനെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ സാമുവേല് വിചാരിക്കുകയാണ് ഇവനായിരിക്കും അടുത്ത ഇസ്രായേലിന്റെ രാജാവ് എന്ന്. പക്ഷേ ആ സമയത്ത് കർത്താവ് സാമുവേലിനോട് കൽപ്പിക്കുകയാണ്, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഒന്നേറ്റ് ചൊല്ലിയേ.
മനുഷ്യൻ കാണുന്നതെല്ലാം കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ പുറം കാണുമ്പോ ദൈവം ഉള്ളു കാണും. നമ്മുടെ കുറവുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കർത്താവിനറിയാം. നമ്മുടെ ബലഹീനതകളൊക്കെ കർത്താവിന് വളരെ വ്യക്തമായിട്ടറിയാം. എപ്പോഴാണോ കർത്താവിന് നമ്മുടെ ബലഹീനതകളും കുറവുകളും എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുന്നത്, ആ സമയം മുതൽ ജീവിതത്തില് അത്ഭുതങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുമോ? മോശ എന്ത് ചെയ്തു? ആ വചനം നമുക്ക് എടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എടുത്തേ. പുറപ്പാട് 4, 10, 12. കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ. ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. കണ്ടോ, ഈ മോശയുടെ വിക്ക് അല്ലെങ്കിൽ വാക്കില് തടസ്സമുള്ളവൻ, സംസാരിക്കാൻ തടസ്സമുള്ളവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ ബലഹീനതയൊക്കെ ഉയർത്തി നൽകുകയാണ്. ആ സമയത്ത് കർത്താവ് അവനോട് പറയുകയാണ്, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി മനുഷ്യന്റെ പലതരം ബലഹീനതകളെ കുറിച്ച് അച്ഛൻ പറയാം. ഇതിനു മുമ്പ് അമ്മച്ചി പറഞ്ഞൊരാളുണ്ടല്ലോ, എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഒരു സന്തോഷം തരുന്ന ഒരാളാണത്. നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ. ആരാ അത്? വിശുദ്ധ പത്രോസ്. വിശുദ്ധ പത്രോസാണ് അപ്പോസ്തലന്മാരില് ഏറ്റവും ബലഹീനനായിട്ട് നമ്മൾ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുക. നമുക്ക് വചനം എടുക്കാം. മത്തായി 16:18 എടുത്തേ. മത്തായി 16:18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ വാക്യം എടുത്തേ. യോഹന്നാൻ 1:42. യോഹന്നാൻ 1:42. അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, എന്ന് നീ വിളിക്കപ്പെടും. കണ്ടോ, പത്രോസിനെ നോക്കിയിട്ട് പറയാണ്. ആദ്യം പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. രണ്ടാമത്തെ വചനത്തിൽ പറയാണ്, നീ കേപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പാറ എന്നാണ് കർത്താവ് തന്നെ നമ്മുടെ വിശുദ്ധ പത്രോസിനെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ഈ പത്രോസിനേക്കാളും ബലഹീനനായ ഒരാളെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലും ഒരു ബലഹീനത പത്രോസിനെ കുറിച്ച് പറയാമോ? സുവിശേഷങ്ങളിൽ കാണുന്ന പത്രോസിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്തോ? എടുത്തുചാട്ടമാണ്. ഭയങ്കര എടുത്തുചാട്ടമാണ്. പിന്നെന്താ? ദേഷ്യക്കാരനാണ്. ഈശോനെ പിടിക്കാനായിട്ട് എവിടെ ഗെത്സമേൻ തോട്ടത്തില് പടയാളികൾ വരുമ്പോ വാളൂരി ആള് തട്ടാണ്, ചെവി മുറിച്ച് കളയാണ്. അപ്പൊ കർത്താവ് എന്താ ഡയലോഗ് പറയുന്നത്? വാളെടുക്കുന്നവൻ, പത്രോസേ നീ വാള് ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് അവിടെ പറയുന്നുണ്ട്. ദേഷ്യക്കാരനാണ്. വേറെന്താ പത്രോസിന്റെ പ്രത്യേകത? നിഷ്കളങ്കനാണ്. അത് ശരിയാണ്. പത്രോസിന്റെ ജോലി എന്തായിരുന്നു? മുക്കുവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? മുക്കുവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എൻ്റെ അമ്മയുടെ ചേട്ടന്മാരൊക്കെ മുക്കുവരാണ്. അമ്മ കടപ്പുറത്താണ്, അമ്മയുടെ വീട് തലശ്ശേരിയിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷെ ഭയങ്കര സ്നേഹമായിരിക്കും. ചങ്ക് വരച്ച് നമ്മുടെ കയ്യിലേക്ക് തരും. പത്രോസിന്റെ പ്രത്യേകത അത് തന്നെയാണ്. വെച്ച് നിഷ്കളങ്കനാണ്, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. പിന്നെ പത്രോസിനെ മാത്രമാണ് കർത്താവ് പിശാചേ എന്ന് വിളിക്കുന്നത്. അതെവിടെയാ? സാത്താനെ നീ ദൂരപ്പോ എന്ന് പറയുന്നത് പത്രോസിനെ നോക്കിയിട്ടാണ്. അതെവിടെ വെച്ചാ? ഗെത്സമേൻ തോട്ടത്തിൽ വെച്ചോ? പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, പത്രോസേ മോനെ, ഞാൻ ശിഷ്യന്മാരോട് എല്ലാവരോടായിട്ട് പറയുന്നു, ഞാൻ 3 ദിവസത്തിനുള്ളിൽ പിടിക്കപ്പെടും, അവരെന്നെ പിടിച്ചോണ്ട് പോകും, പടയാളികൾ എന്നെ പിടിച്ചോണ്ട് പോകും, ഞാൻ പീഡകൾ സഹിച്ച് മരിക്കേണ്ടി വരും, 3 ദിവസത്തിനപ്പുറം ഞാൻ ഉദ്ധാനം ചെയ്യും, സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പറഞ്ഞു കഴിയുമ്പോ
പത്രോസ് കർത്താവിനെ നോക്കിയിട്ട് പറയാണ്, മാറ്റിയിരുത്തിയിട്ട് പറയാണ്, കർത്താവെ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, സഹനം നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ പത്രോസിനോട് കർത്താവ് പറയാണ്, സാത്താനെ നീ ദൂരെ പോ, നിന്റെ ചിന്തകൾ ദൈവീകമല്ല മാനുഷികമാണ്. അതാണ് കർത്താവ് പത്രോസിനെ അങ്ങനെ നമ്മൾ ശാസിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പത്രോസ് ബലഹീനനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ ബലഹീനനെയാണ് സഭയുടെ ആദ്യത്തെ അമരക്കാരനായിട്ട് ഈശോ പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു വാക്ക് ഇവിടെ പറഞ്ഞല്ലോ, പത്രോസ്. പാറ എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്ക് എന്താ? കേപ്പ. കേപ്പ കേപ്പ എന്ന് പറഞ്ഞ എന്താ? പാറ. അതെന്ത് പാറയെന്നറിയാമോ? ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പാറയെന്നറിയാമോ? നമ്മുടെ കരിങ്കല്ല് പോലത്തെ പാറയാണോ? ആ, പാറമേൽ ഭവനം പണിന്നു. ഓ, ഒരു അനാളജിയും കൂടി അടിച്ചു. ഞാൻ ക്ലാസ്സിൽ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു തന്ന കാര്യമാണ്. പത്രോസെ നീ കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടുമെന്ന് പറയും. നമ്മളുടെ വിചാരം എന്താ? ഭയങ്കര സ്ട്രോങ് ആണ് പാറയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊരു മടി റോക്കാണ്. വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളിക്കട്ടെ എന്ന് പറയില്ലേ, വെള്ളം വീണ് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന പാറയാണ് ഈ പാറ. പത്രോസെ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന് പറയുമ്പോൾ കർത്താവിനറിയാം പത്രോസ് ഇമോഷണലി ബാലൻസ് ഉള്ള ഒരാളല്ല. പത്രോസ് ചൂടനാണ്, പത്രോസ് ബലഹീനനാണ്. ആ ഒരു കൺസെപ്റ്റ് കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് പത്രോസെ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയെന്ന് പറയുമ്പോൾ പത്രോസെ നിന്റെ ബലഹീനതകളുടെ മുകളിൽ ഞാൻ എൻ്റെ പള്ളി പണിയും. എപ്പോഴാണോ ഞാൻ നിന്റെ ഉള്ളിലുള്ളത്, എപ്പോഴാണോ ഞാൻ നിന്നെ നയിക്കുന്നത്, അപ്പോൾ ഒന്നിനും നിന്നെ തകർക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കത്തോലിക്ക തിരുസഭ ഈ ഉറച്ച പാറമേലാണ് പണിതേക്കുന്നത്. കാത്തോലിക്ക സഭയ്ക്ക് എത്ര പ്രശ്നങ്ങളും എത്രമാത്രം ഇളകിമറിയുന്ന അല്ലെങ്കിൽ ഈ തിരകൾക്കിടയിൽ പെട്ടുപോകുന്ന പ്രക്ഷുബ്ധമായ കടലിനിടയിൽ പെട്ടുപോകുന്ന അവസ്ഥകളുണ്ട്. എത്രയോ വിശ്വാസ ത്യാഗങ്ങള് ഈ കത്തോലിക്ക സഭയിൽ നടക്കുന്നു. എത്ര പേര് വിശ്വാസപ്രതി കൊല ചെയ്യപ്പെടുന്നു, എത്ര പേര് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു, എത്ര പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് ഇങ്ങനെ സഭ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും സഭ നശിച്ചിട്ടുണ്ടോ? സഭ എപ്പോഴെങ്കിലും കൂപ്പ് കുത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? കർത്താവ് കൂടെയുണ്ട്. കർത്താവാണ് ഈ ബലഹീനതകളിലെല്ലാം നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എഴുതാം പലതരം ബലഹീനതകൾ. ഏതൊക്കെയാണ് മനുഷ്യന്റെ ബലഹീനതകൾ എന്ന് എഴുതാം. ഒന്നാമത്തെ ബലഹീനത, 3 തരം ബലഹീനതകളെ കുറിച്ച് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ബലഹീനത ശാരീരിക ബലഹീനതകളാണ്. ഒന്നാമത്തെ എന്താ? ശാരീരിക ബലഹീനതകളാണ്. ഒന്നാമത്തെ ബലഹീനത ശാരീരിക ബലഹീനതകളാണ്. ഒരു ശാരീരിക ബലഹീനത നമ്മൾ കണ്ടു. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തില് കുറച്ചു നേരം മുമ്പ് നമ്മൾ വായിച്ചു. എന്തായിരുന്നു അത്? മോശയുടെ വിക്ക്. അത് ശാരീരികമായ ഒരു ബലഹീനതയാണ്. മോശ പറയാണ്, ഞാൻ വിക്കനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മുടെ ശാരീരികമായ ബലഹീനതകളിലേക്ക് കർത്താവിനെ നമ്മൾ വിളിക്കണം. വീണ്ടും ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തില് ഒരു ശാരീരിക ബലഹീനതയുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ഒരു 7 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നുണ്ട്. ആരാണത്? സക്കേവൂസ്. ലൂക്ക എത്രാം അധ്യായം? 19-ാം അധ്യായം. ഈ മോശ വിക്കനാണെന്ന് ഏറ്റുപറയുന്നത് എത്രാം അധ്യായം? ഏത് പുസ്തകത്തിലാണ്? പുറപ്പാട് 4-ാം അധ്യായം 10-ാം വാക്യം. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും പൊക്കമുള്ളൊരു മനുഷ്യൻ നമ്മൾ കാണുന്നത് എവിടെയാ? ലൂക്ക 19 നമ്മൾ കാണുന്നുണ്ട്. സക്കേവൂസിന്റെ പ്രത്യേകത എന്താ? ശാരീരികമായ ഒരു ബലഹീനത ആർക്കുണ്ട്? സക്കേവൂസിനുണ്ട്. ആ പൊക്കക്കുറവുള്ളത് കൊണ്ടാണ് അവൻ എവിടേക്ക് വലിഞ്ഞു കയറുന്നത്? സിക്കമോർ മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നത്. എനിക്ക് തോന്നുകയാണ് അവന് പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് അവന്റെ വീട്ടിലേക്ക് പോകില്ലായിരുന്നു. ആ ഒരു ശാരീരിക ബലഹീനത അവൻ ഇല്ലായിരുന്നെങ്കിൽ
കർത്താവ് അവന്റെ ഒപ്പം പോവില്ലായിരുന്നു. അങ്ങനെ പൊക്കക്കുറവുള്ളവൻ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയപ്പോഴാണ്, മരത്തിന്റെ മുകളിൽ സാധാരണ ഇരിക്കുന്നത് ആരാ? കുരങ്ങന്മാരൊക്കെയാണ്. നോക്കിയപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ സക്കേവൂസ് ഇരിക്കുന്നത് കാണുകയാണ്. സക്കേവൂസിനെ വിളിച്ച് താഴേക്ക് ഇറക്കുകയാണ്. സക്കേവൂസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതാണ് ശാരീരികമായ നമ്മുടെ ബലഹീനതകള്. ആ ബലഹീനതകളിലേക്ക് നമ്മൾ കർത്താവിനെ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബൈബിളിൽ അച്ഛനൊന്ന് പറഞ്ഞു തരാമോ? രോഗികളെയൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞു തരാമോ? സുവിശേഷങ്ങളിൽ കാണുന്ന രോഗികള്, ബൈബിളിൽ കാണുന്ന രോഗികള്. രക്തസ്രാവക്കാരി, ശാരീരികമായ ബലഹീനതയുള്ളവളാണ്. പിന്നെ ആരാ? തളർവാദ രോഗി, കുഷ്ഠരോഗി. ദിയ പറയേ. അന്ധന്മാര്, 2 അന്ധന്മാര്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചാണ്, കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. വേറെന്താ? ടീച്ചറിന് എന്തെങ്കിലും പറയണ്ട? പറയില് ചാൻസ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത്, അതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ ബൈബിളില് രോഗികള്? മൂകനായിട്ടുള്ളവൻ, തളർവാദ രോഗി. 1 പ്രാവശ്യം തളർവാദ രോഗി നമുക്ക് കൊടുത്തു. പിന്നെ ചെവി കേൾക്കാത്തവൻ, കൂനുള്ള സ്ത്രീ. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ കേട്ടോ. വേറെ ആരാ? മിടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിശാച് ബാധിതൻ, അതും ശാരീരികമായ ഒരു പീഡനമാണ്. വേറെ? മഹോദര രോഗി. വായിക്കൊള്ളാത്ത പേരാണല്ലോ, മഹോദര രോഗി. കൈ ശോഷിച്ചവൻ. കണ്ടോ? ഇപ്പൊ അച്ഛൻ മാത്രം പറയുവാണെങ്കിൽ അച്ഛന്റെ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈബിൾ വായിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എന്നുള്ളത് അച്ഛൻ അറിയാം. ഇപ്പൊ എത്ര രോഗികളെ നമ്മൾ കണ്ടു സിസ്റ്റർ? മുടന്തൻ. വേറെ ആരെങ്കിലും ഉണ്ടോ? പഴയ നിയമത്തിലേക്ക് പോവും. ആരെങ്കിലും രോഗികളുണ്ടോ? നാമാൻ, കുഷ്ഠരോഗി. വേറെ ആരെങ്കിലും ഉണ്ടോ? മാത്യു, നിനക്ക് പറയണോ എന്തെങ്കിലും? വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജോബ്, ശരിയാണ്, ജോബ്. എസക്കിയൽ, എസക്കിയൽ രാജാവ്. ദൈവം ദിവസങ്ങൾ നീട്ടിക്കൊടുക്കുന്നതൊക്കെ അല്ലേ? പിന്നെ ആരെങ്കിലും? അത്രയും. ഇതാണ് ശാരീരികമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്. നമുക്കൊന്ന് മാത്രം എടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ബെത്സൈദായിലെ രോഗശാന്തി. എടുത്തോ, ടൈറ്റിൽ കണ്ടോ? വായിക്കണ്ട, കണ്ണോടിച്ചാൽ മതി, കുറെ വായിക്കാനുണ്ട്. യോഹന്നാൻ 5:140. കേട്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ ബൈബിള് മറിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് അച്ഛൻ പറയും, എല്ലാവരും മറിക്കണം. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടാകണം. ബൈബിൾ എടുക്കുന്നത് ഭാരമല്ല, മറിച്ചെന്താ? ഭാഗ്യമാണ്. ഓർത്തു വയ്ക്കോ, ബൈബിൾ മറിക്കുന്നത് ഭാരമല്ല, മറിച്ച് ഭാഗ്യമായിട്ട് നമ്മൾ എല്ലാവരും കരുതണം. 5:1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ബെത്സൈദായിലെ രോഗശാന്തി. അച്ഛനൊന്ന് നോക്കിയേ, ഈ തളർവാദ രോഗി എവിടെയാണ് കിടക്കുന്നത്? കുളക്കടവില്. എവിടെ? ബെത്സൈദായിലെ കുളക്കടവില്. ഈ കുളക്കടവിന്റെ പ്രത്യേകത എന്താ? അതുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടോ? വെള്ളമിളകുമ്പോ ആദ്യം ആര് ഇറങ്ങുന്നുവോ, വെള്ളമിളകുന്ന സമയത്ത് വേലിയേറ്റം ഉണ്ടാവുമ്പോ, വേലിയേറ്റം ഉണ്ടാവാൻ കാര്യമില്ല, കുളമാണല്ലോ അത്. വെള്ളമിളകുമ്പോ അവിടെ ഈ ദൂതൻ ഇറങ്ങി വരുമെന്ന് പറയുക. മാലാഖ ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നത്, തിരകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ആര് ഇറങ്ങുന്നോ ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുക. ഈ തളർവാദ രോഗി എത്ര വർഷമായിട്ട് കുളക്കടവിൽ കിടക്കാണ്? എത്ര വർഷം? 38 വർഷമായിട്ട് അവിടെ കിടക്കാണ്. അപ്പോൾ അവനങ്ങനെ 38 വർഷമായിട്ട് നിരാശയിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവായ ഈശോ മിശിഹ അവിടെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? കർത്താവേ, ആഗ്രഹമുണ്ടെന്ന് അവൻ തിരിച്ചു പറയാണ്. കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ്. നോക്കിയേ, ചിലപ്പോൾ അച്ഛനെ കാണുന്ന കേൾക്കുന്ന ആളുകൾ ഒരുപാട് രോഗത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. വല്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം. രോഗത്താല് നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം. അച്ഛൻ ഇന്നലെ ഒരു രോഗിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈശോയെ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വയറ് ബ്ലോക്കായിപ്പോയി. വയറ്റിന്ന് വലിയൊരു മാരക രോഗത്തിലാണ്. അപ്പോൾ വയറിങ്ങനെ ബ്ലോക്കായിപ്പോയി. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ ഈശോയെ 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 എന്നിങ്ങനെ വിളിച്ച് ആ യേശു നാമത്തിൽ ആ വ്യക്തി ഇങ്ങനെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ആ ഒരു മൊമെന്റിലേക്ക് വന്നെത്തോട്ടോ. ഭാര്യ ഉണ്ടായാലും
ഭർത്താവുണ്ടായാലും മക്കളുണ്ടായാലും എല്ലാവരും ആശ്വസിപ്പിക്കുന്നതിനേക്കാളും മീതെ നമ്മളെ മനസ്സിലാക്കാനും സഹായിക്കാനും ഒക്കെ ഒരൊറ്റ വ്യക്തിക്കേ പറ്റുള്ളൂ, അത് ഈശോയ്ക്കാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ബലഹീനത എന്തായിരുന്നു മനുഷ്യന്റെ? ശാരീരികമായ ബലഹീനതകൾ. നമ്മളുടെ ശാരീരികമായ ബലഹീനതകളെല്ലാം കർത്താവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. ഈ ശാരീരികമായ ബലഹീനതകളോട് ചേർത്ത് വെച്ച് പറയേണ്ടതാണ് ശാരീരികമായ ആസക്തികൾ. സ്വയംഭോഗം, സ്വവർഗഭോഗം, ഈ ബ്ലൂ ഫിലിംസ് കാണുന്ന അവസ്ഥകൾ, വ്യഭിചാരം, ഇതൊക്കെ ശാരീരികമായ ബലഹീനതകളുടെ ആസക്തികളുടെ ഭാഗമാണ്. ഇതൊക്കെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, കർത്താവേ, അങ്ങയുടെ അഭിഷേകം ബലഹീനനായ എന്നിലേക്ക് ചൊരിയണമേ എന്ന്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഞാനൊരിക്കലും ധ്യാനിപ്പിക്കും, അച്ഛൻ എനിക്ക് സ്വയംഭോഗത്തിൽ നിന്ന് കയറി വരാൻ പറ്റുന്നില്ല, എത്ര പരിശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഞാൻ വല്ലാതെ അതിന് അഡിക്റ്റാണ്. അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതാണ്. ഒന്ന്, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ വിളിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവനോട് സ്ഥിരമായിട്ട് പറഞ്ഞു. പരിശുദ്ധാത്മാവാണ് ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ഒക്കെ ആത്മാവ്. തിമോത്തിയോർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. 2, ശാരീരികമായ ബലഹീനതകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ മുന്നിൽ എളിമപ്പെടാനുള്ള ഒരവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആസക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മദ്യപാനം, മയക്കുമരുന്ന്, എന്തെങ്കിലുമൊക്കെ നമുക്ക് കയറി വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ മുന്നിൽ എളിമപ്പെടാനുള്ളൊരവസ്ഥയായിട്ട് കാണണം. കർത്താവെ, കണ്ടോ ഞാൻ എത്ര ബലഹീനനാണ്, ഞാൻ എത്ര ബലഹീനയാണ്, നീ വന്നാലേ എനിക്കിതിൽ നിന്ന് കയറി വരാൻ പറ്റുള്ളൂ. നിന്റെ ശക്തി എന്നിലേക്ക് ഒഴുകിയാലേ എൻ്റെ ഈ ശാരീരികമായ ബലഹീനതയിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റത്തുള്ളൂ എന്ന് പറയേണ്ട എളിമയുടെ ഒരിടമാണ് ഇത്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇന്നലെ ഇന്നുമായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ നല്ല വ്യൂസ് ഉള്ള ഒരാളുണ്ട്, ബെന്നി പ്രസാദ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്. ലോകത്തില് അദ്ദേഹത്തിന് വേൾഡ് റെക്കോർഡുണ്ട്. ഏറ്റവും കുറഞ്ഞ ടൈം പീരീഡിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, 248ഓളം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഇദ്ദേഹം മ്യൂസിക്കൽ ഷോസ് സംഘടിപ്പിക്കുന്ന ഒരാളാണ്. മ്യൂസിക്കൽ ഷോസ് എന്ന് പറഞ്ഞാൽ മറ്റേ ലോകത്തിന്റെ സംഗീതമൊന്നുമല്ല, ദൈവികമായ ഭക്തിഗാനങ്ങൾ, വർഷിപ്പ് സോങ്സ് ഒക്കെ ആലപിക്കുന്ന, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ബെന്നി പ്രസാദ് എന്ന് പറയുന്ന ഒരാള്. അപ്പൊ അദ്ദേഹം ഈ കുഞ്ഞുനാളില് 2 വയസ്സ് മുതൽ അദ്ദേഹത്തിന് ആസ്മ രോഗം ഉണ്ടായിരുന്നെന്ന് പറയും. 2 വയസ്സ് മുതൽ അദ്ദേഹത്തിന് ആസ്മ രോഗം ഉണ്ടായിരുന്നു. 2 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആസ്മയ്ക്ക് അദ്ദേഹം മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചപ്പോ 16ാം വയസ്സിലാണ് കണ്ടെത്തുന്നത് ഈ 2 വയസ്സ് മുതൽ 16 വയസ്സ് വരെ റോങ് മെഡിക്കേഷൻ എടുത്തുകൊണ്ടിരുന്നത്. റോങ് മെഡിക്കേഷൻ, കഴിക്കാൻ പാടില്ലാത്ത കോർട്ടിസോൾ എന്ന് പറയുന്ന മാരകമായൊരു വിഷം, ആ ഒരു മരുന്നാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. 16ാമത്തെ വയസ്സായപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? അദ്ദേഹത്തിന്റെ 60% ലങ്സും ഡാമേജ് ആയി. ഡോക്ടർമാർ വിധി എഴുതി, ഇനി 6 മാസം കൂടിയേ താങ്കൾ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിനിടയിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെ 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ സ്കൂളില് സ്പോർട്സ് ഡേ നടക്കുമായിരുന്നു. സ്പോർട്സ് ഡേ നടന്നു കഴിക്കുമ്പോൾ അതിനിടയിൽ ഒരു ജാവലിൻ ഒരു പയ്യൻ എറിഞ്ഞതാണ്. ജാവലിൻ എറിഞ്ഞിട്ട് പൊങ്ങി പറന്ന് വീഴുന്ന ഇദ്ദേഹത്തിന്റെ മുതുകത്താണ് കുത്തി നിന്നത്. സ്പൈനൽ കോഡിൽ കറക്റ്റായിട്ട് കൊണ്ടു. അദ്ദേഹം അങ്ങനെ അതിൻ്റെ വേദനയും ഈ ആസ്മയെ രോഗമൊക്കെ ആയിട്ട് 16ാമത്തെ വയസ്സിൽ ക്ലൈമാക്സിലേക്ക് വരാണ്, മരണത്തിന്റെ ക്ലൈമാക്സിലേക്ക് വരാണ്. ടീച്ചർമാര് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ മരമണ്ടനാണ്, പഠിപ്പിക്കാൻ കൊള്ളത്തില്ല, സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി വീട്ടിലേക്ക് അപ്പനും അമ്മയും കൊണ്ടുവന്നു. അപ്പനൊരു സയന്റിസ്റ്റാണ്, ഇന്ത്യ അറിയുന്ന ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹം ഈ മകനെ എല്ലാ ദിവസവും വാക്കുകൾ കൊണ്ടും ഒക്കെ അദ്ദേഹത്തെ വേദനിപ്പിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ഒരു റേഡിയോ സ്റ്റേഷൻ സ്വന്തമായിട്ട് നടത്തുകയാണ്. എല്ലാം കൊണ്ടും ആഷ്പോഷ് കുടുംബമാണ്, എല്ലാവരും വെൽത്തി സെറ്റപ്പിലാണ്. ഇദ്ദേഹമാണെങ്കിൽ ആദ്യത്തെ മകനാണ്. ഇദ്ദേഹം ആകപ്പാടെ തകർന്ന് തരിപ്പടമായിട്ട് 16ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 6 മാസം മുമ്പേ ഉള്ളൂല്ലോ ജീവിക്കാനായിട്ട്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാതാപിതാക്കൾ, അപ്പൻ ഇദ്ദേഹത്തെ
അടിച്ച് ഒരു യൂത്ത് ക്യാമ്പിന് പറഞ്ഞു വിടുന്നുണ്ട്. 6 മാസം കൂടി ഉള്ള അയാളും പറഞ്ഞു ഞാൻ പോകത്തില്ല. പക്ഷെ അപ്പൻ നിർബന്ധിച്ച് ഒരു യൂത്ത് ക്യാമ്പിന് അദ്ദേഹം പങ്കെടുക്കുന്നു. ആ ക്യാമ്പിനിടയിൽ വെച്ച് ദൈവത്തിന്റെ സ്വരം അദ്ദേഹം കേൾക്കുകയാണ്. ദൈവം പറയാണ്, ബെന്നി ഐ നീഡ് യു, ബെന്നി ഐ നീഡ് യു, ബെന്നി ഐ നീഡ് യുവർ വീക്ക്നെസ്സസ്, ബെന്നി ഐ നീഡ് യുവർ സിക്നെസ്സസ്. ദൈവത്തിന്റെ സ്വരം അദ്ദേഹം കേൾക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ശാരീരികമായ ബലഹീനതകളും രോഗങ്ങളെല്ലാം വിട്ടുകൊടുത്തു. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, 10 വർഷത്തിനുള്ളിൽ നീ ലോകം മുഴുവനും പോവും. അദ്ദേഹം എന്ത് ചെയ്യണം? പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് 245 രാജ്യങ്ങള് അദ്ദേഹം ഗിറ്റാർ വായിച്ച് പാട്ടുപാടി. 40% ലെങ്സ് ഉള്ളൂ. നോക്കണം, ഈ ബലഹീനതയിലേക്ക് കർത്താവ് ഇറങ്ങി വരാണ്, കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വരാണ്. 248 രാജ്യങ്ങളിൽ അദ്ദേഹം ദൈവത്തെ പ്രസംഗിച്ചു, പ്രഘോഷിച്ചു. ഈ ഗിറ്റാർ വെച്ച് ദൈവികമായ സംഗീതം എല്ലാവർക്കും അദ്ദേഹം കൊടുത്തു. നമ്മുടെ നോർത്ത് കൊറിയയുടെ ഭരണാധികാരി ആരാന്നറിയോ? കിം ജോങ് യുൻ. മെലിഞ്ഞ് സുന്ദരനായ അയാള്, വളരെ സ്നേഹവും കരുണയൊക്കെ ഉള്ള മനുഷ്യൻ. അവിടെയൊന്നും ഒരിക്കലും മതം പ്രസംഗിക്കാൻ പാടില്ല. അവിടെ ചെന്നിട്ട് അദ്ദേഹം 834 മ്യൂസീഷ്യൻസിനെ ലോകം മുഴുവനിൽ നിന്ന് വിളിച്ചു വരുത്തി. എന്നിട്ട് ഓഡീഷൻ നടത്തിയിട്ട് അവസാനം വന്നു നിന്നത് 12 പേരാണ്. ഈ 12 പേരിൽ ഒരാൾ ഈ ബെന്നിയായിരുന്നു. ഈ ലോകത്തുള്ള മ്യൂസീഷ്യൻസിൽ ഓഡീഷൻ നടത്തിയിട്ട് 12 പേരിൽ ഒരാൾ ബെന്നിയായിട്ട് മാറി. എന്നിട്ട് ബെന്നി അവിടെ ചെന്നിട്ട് ചെയ്തതെന്താണെന്നറിയാമോ? ബെന്നി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും വർഷിപ്പ് സോങ്സ് ഒന്നും പാടില്ല. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പാടിയത് ഈശോയുടെ പാട്ടാണ്. ഈശോയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. ഈ പാട്ട് പാടുന്നതിന് മുമ്പ് അപ്പനും അമ്മനെയും വിളിച്ച് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഈ പാട്ട് പാടിക്കഴിയുമ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, എന്നെ കൊന്നു കളയാൻ സാധ്യതയുണ്ട്, ഈശോയ്ക്ക് വേണ്ടി മരിക്കാനായിട്ട് എനിക്ക് സന്തോഷമുള്ളൂ. ഇത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചില്ല. ആ രാജ്യം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടി. വേൾഡ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ CNN ന്യൂസ് ചാനൽ അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബനിയാനിലും ഒക്കെ എപ്പോഴും ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിടും. എവിടെ പോയാലും ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മോട്ടോ. അപ്പൊ CNN പറഞ്ഞു ഈശോയെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, ഈശോയെ പ്രഘോഷിക്കാനൊന്നും പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഇദ്ദേഹം ഇരുന്ന ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം ചെയ്ത ഒരു തൊപ്പി ഉണ്ടോന്നു. തൊപ്പിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ എഴുതി വെച്ചു, താങ്ക് യു ജീസസ്, ഐ ആം ആൻ ഇന്ത്യൻ. താങ്ക് യു ജീസസ്, ഐ ആം ആൻ ഇന്ത്യൻ. ഇത് മതം പ്രചരിപ്പിക്കുന്നതല്ലോ, ഇന്ത്യൻ ആണ് എന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം അഭിമാനിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ആ ഒരു തൊപ്പിയിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് മതം പ്രചരിപ്പിക്കുന്നു എന്ന് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും പറയാണ് ഇത് ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ളൊരു വംശീയ അധിക്ഷേപമായിട്ടത് മാറുമെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എന്ത് ശാരീരിക ബലഹീനതകൾ ഉണ്ടെങ്കിലും ആ ബലഹീനതകളൊക്കെ കർത്താവിന് കൊടുക്കുക. കർത്താവ് ഹി വിൽ ഡെഫിനറ്റ്ലി ഡു വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. ചെയ്യോ? കർത്താവ് വണ്ടേഴ്സ് ചെയ്യോ? വിശ്വസിക്കുന്നുണ്ടോ? വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ മനുഷ്യന്റെ ബലഹീനതയാണ് വൈകാരിക ബലഹീനതകൾ, ഇമോഷണൽ വീക്ക്നെസ്സസ്. രണ്ടാമത്തേത് വൈകാരിക ബലഹീനതകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഒറ്റയ്ക്ക് ഇപ്പൊ ചിന്തിക്കണ്ട, ധ്യാനവും പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ സന്തോഷത്തിന്റെ പരകോടിയിലായിരിക്കും, പക്ഷെ എങ്കിലും ഒരു ശൂന്യത മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഹലോ, ഉണ്ടോ? ചാത്തമംഗലം ഉണ്ടോ? തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് കംപ്ലീറ്റ് ശൂന്യതയാണെന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും എന്തൊക്കെ സന്തോഷം കിട്ടിയാലും എന്തൊക്കെ സമാധാനം കിട്ടിയാലും നമ്മുടെ എവിടെ ഒരു ശൂന്യത മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. ആ ശൂന്യത എന്തിനിട്ടേക്കുന്നതാണെന്നറിയാം? എന്തിനിട്ടേക്കുന്നതാണ്? പറയും, എന്തിനിട്ടേക്കുന്നതാണ് ശൂന്യത? മോനെ പറയും, എന്തിനിട്ടേക്കുന്നതാണ് ശൂന്യത? എന്റെ പൊന്നച്ച, ഞാൻ ഈ പഞ്ചായത്തിൽപ്പെട്ട ആളല്ല. ആ ശൂന്യത എന്തിനിട്ടേക്കുന്നതാണ്? മീനമ്മച്ചി പറയും. എന്തെങ്കിലും നമ്പർ അടിച്ചോ? പറഞ്ഞോ? വെറുതെ ഇട്ടേക്കുന്നതാണ്. ഈശോയ്ക്ക് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ആ ശൂന്യതയിൽ നമ്മൾ ഈശോയെ കൊണ്ട് നിറയ്ക്കണം, ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം. ഈശോയെ കൊണ്ട് നിറച്ചു നോക്കിയേ, നിന്റെ സന്തോഷങ്ങളിൽ ഈശോയുടെ കൈപിടിച്ച്, നിന്റെ ദുഃഖങ്ങളിൽ ഈശോയുടെ കൈപിടിച്ച് ആ ശൂന്യത ഇല്ലാതായി എപ്പോഴും ആനന്ദിക്കാൻ നമുക്ക് കഴിയും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേഷ്യക്കാരോട് അച്ഛൻ പറയും, ഈ ദേഷ്യത്തില് കർത്താവിനെ ഒന്ന് കൂട്ടുപിടിച്ച് ഒരിക്കലും ഒരു അമ്മച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറയാട്ടോ, വളരെ ഫ്രീ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയണം, വെച്ചാൽ എനിക്ക് ഒടുക്കത്തെ അസൂയ അഹങ്കാരമാണ്, എനിക്ക് ഒടുക്കത്തെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വളരെ ഓപ്പൺ മൈൻഡായിട്ട് ഒരു അമ്മച്ചി എൻ്റെ 50കളിലായിരിക്കും അമ്മച്ചി വളരെ പുഞ്ചിരിയോട് പറയാണ്, അച്ഛാ ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കും, എല്ലാം നല്ല രസമായിട്ട് ചെയ്യും, പക്ഷെ എനിക്ക് ഈ അസൂയ അഹങ്കാരം എൻ്റെ തലക്കകത്തുനിന്ന് പോണില്ല. എന്ത് ചെയ്യും അച്ഛാന്ന്? എന്തെങ്കിലും അച്ഛൻ പറഞ്ഞതാ? കല്യാണം കഴിഞ്ഞ് നാളെ മുതൽ, ഓർമ്മ വെച്ച നാളെ മുതലുള്ള ഈ അസൂയയെ, മറ്റുള്ളവർ നന്നാകുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ മറ്റുള്ളവരെ ചെറുതാകാനൊന്നും പറ്റത്തില്ല, ഭയങ്കര അഹങ്കാരമാണ് അച്ഛാ, ഇതിന്ന് കയറി വരാൻ എന്ത് ചെയ്യണം അച്ഛാന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി അമ്മച്ചിക്ക് തിരിച്ചറിവുണ്ടല്ലോ അസൂയ ഉണ്ടാകാൻ. ഓ അതുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ മതി, കർത്താവിൻ്റെ മുന്നിൽ ചെന്നൊന്ന് പറ, കർത്താവെ എനിക്ക് അസൂയ ആവശ്യത്തിൽ കൂടുതലുണ്ട്, അഹങ്കാരവും ആവശ്യത്തിൽ കൂടുതലുണ്ട്, ഈ അസൂയയും അഹങ്കാരവും അങ്ങയുടെ മുന്നിൽ ഞാൻ അടിയറവ് വയ്ക്കുകയാണ്, അങ്ങയുടെ മുന്നിൽ ഞാൻ എളിമപ്പെടുകയാണ്, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തുക ഈശോയെ എന്ന് ഈശോയുടെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പം അമ്മച്ചി പറഞ്ഞു, അങ്ങനെ ചെയ്യുക അച്ഛാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി എന്താവോന്ന് എനിക്കറിയത്തില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ മനസ്സ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു നൂല് പോലെയാണ്, എപ്പോ ആണെങ്കിലും പൊട്ടിപ്പോവാട്ടോ. ഒരിക്കലും ഒരു പയ്യൻ എന്നെ സെയിൻറ്റ് ജോസഫിൽ വെച്ച് എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നുകൊണ്ടിരുന്നൊരു പയ്യനാണ്. ഒരു ദിവസം ഇവിടെ എന്നെ കാണാൻ വന്നേക്കാണ്. സാധാരണ എന്നെ കാണാൻ വരുമ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തൊക്കെ ആളുകൾ വരാറ് വിളിച്ചിട്ട്. പെട്ടെന്നൊരു പയ്യൻ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഇരുന്നിട്ട് എന്നോട് ഇങ്ങനെ കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റിയിടാന്ന് പറഞ്ഞു. അച്ഛൻ, ഞാൻ 8ാം നിലയുടെ മുകളിൽ നിൽക്കുമായിരുന്നു ചാടാൻ, 8ാം നിലയുടെ മുകളിൽ നിൽക്കുമായിരുന്നു ചാടാൻ. അപ്പോഴാണ് അച്ഛനെക്കുറിച്ച് ഓർത്തത്. അപ്പോഴാണ് ഞാൻ അച്ഛനെക്കുറിച്ച് ഓർത്തത്. വേഗം ഇറങ്ങി ഇവിടെ അച്ഛനുണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഇരുന്ന് കരയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, ജീവിതത്തിൽ ഗതി പിടിച്ചിട്ടില്ല. 29 വർഷമായി, 29 വയസ്സായി, നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ബിസിനസ് ചെയ്തു, ജോലിക്ക് പോയി, പക്ഷെ ഒന്നിനും അവന് പറ്റി പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും കൂപ്പ കുത്തുന്ന അവസ്ഥയെന്ന് അറിയില്ലേ. നമ്മുടെ യുവജനങ്ങൾ മാതാപിതാക്കളുടെ നേരെ കൈ നീട്ടി പൈസ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമാണ് അല്ലേ. യുവത്വങ്ങള് അവന് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാനൊക്കെ ഭയങ്കര നാണമുണ്ട്. നാണമില്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ. അതെല്ലാവരെ കുറിച്ചല്ല അച്ഛൻ പറഞ്ഞത്, ആത്മാഭിമാനമുള്ള ആളുകളെ കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം ഇവൻ എന്ത് ചെയ്യുന്നു അറിയാമോ, വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു ഏജന്റിന്റെ അടുത്ത് 4 ലക്ഷം 5 ലക്ഷം രൂപയായിട്ട് കൊടുത്തു. ഈ ഏജന്റ് മുങ്ങി, പറ്റിച്ചു. ഏജന്റ് മുങ്ങി. പോളണ്ടിലായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഏജന്റ് പൈസ മേടിച്ച് മുങ്ങി. വീടിന്റെ കിടപ്പാടം വിറ്റ് ചക്കം മേടിച്ച പൈസയാണ്. ഇനി ഇത് മുങ്ങിയെന്ന് പറഞ്ഞ് അപ്പനമ്മനെയും കാണാൻ ചെല്ലാൻ പറ്റുമോ? അപ്പനമ്മനെയും കാണാൻ ചെല്ലാൻ പറ്റില്ല. ദൈവത്തെ കാണാമെന്ന് പറഞ്ഞ് 8ാം നിലയുടെ മുകളിൽ കയറിയതാണ്. കോഴിക്കോട് ടൗണിൽ 8ാം നിലയുടെ മുകളിൽ കയറിയതാണ്. അപ്പോഴാണ് എന്നെക്കുറിച്ച് ഓർത്തത്. അപ്പം അവന് ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ നല്ലോണം കൊടുത്തു, നല്ലോണം കൊടുത്തു. ഇൻ ദ സെൻസ് സാധാരണ ഞാൻ ആശ്വസിപ്പിച്ചു. പക്ഷേ അവനോട് ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ തീർച്ചയായിട്ടും വിപരീത അനുഭവങ്ങൾ ഉണ്ടാവും. ജീവിതം സുഖമാണോ? കംപ്ലീറ്റ് എൻജോയ്മെൻ്റ് ആണോ അമ്മച്ചിനോടൊക്കെ ചോദിച്ചാൽ മതി എന്തോരം സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. കുടുംബത്തിൽ എന്തോരം നുറുങ്ങിയ അവസ്ഥകൾ, കടബാധ്യതകൾ, വേദനകൾ, ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന എത്രയെത്രയോ അവസ്ഥകൾ, ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകളൊക്കെ എത്രയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു. എന്ന് നമ്മളൊക്കെ ആത്മഹത്യ എന്ന് ആരെങ്കിലും ഈ പഞ്ചായത്തിൽ ഉണ്ടാവോ? എനിക്ക് ഉറപ്പാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പലരും ആത്മഹത്യയെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളൊന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ രോഗങ്ങളുണ്ടാവും, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും, വൈകാരികമായ തടസ്സങ്ങളൊക്കെ, വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ കർത്താവിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ വചനം നമ്മളെല്ലാവരും പഠിക്കണം. റോമ 8:28. നിങ്ങൾക്കറിയ വചനം ഏതാന്ന്? റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. വചനം എടുത്തോ ഒന്ന് വായിച്ചേ. റോമ 8:28 എടുത്ത് വായിച്ചേ നോക്കട്ടെ. ഈ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്, പവർഫുൾ വചനമാണ്. എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവിന്റെ പദ്ധതി അനുസരിച്ചാണ് ഞാൻ വിളിക്കപ്പെട്ടത് എന്നുള്ളത് ബോധ്യം വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു, അത്രയും മതി കേട്ടോ. നിങ്ങൾ മാത്രം, മൈക്ക് വേണ്ട, എല്ലാവരും ഒന്ന് വായിച്ചേ, ഒച്ചയിലൊന്ന് വായിച്ചേ നോക്കട്ടെ.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അച്ഛനൊന്ന് ചൊല്ലിത്തരുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഞരമ്പുകളിലൂടെ, രക്തത്തിലൂടെ, മജ്ജയിലൂടെ, മാംസത്തിലൂടെ, ഹൃദയത്തിലൂടെ ഒന്ന് കടത്തിക്കൊണ്ടുപോയേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അനുഭവങ്ങൾ, വൈകാരികമായ തളർച്ചകൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ വായിക്കേണ്ട വചനം ഇതാണ്. ഇതൊരു 100 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞോ. പിന്നെ ഒരു വചനം കൂടി ഞാൻ പറയാം. ഫിലിപ്പി 4:13. ഫിലിപ്പി 4:13 എടുത്തോ. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എടുക്കെടുക്ക് വചനം എടുക്ക് വായിക്ക് ഒരുമിച്ചെടുക്ക്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. കണ്ണടച്ചോ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ. ഈ വചനം നേറ്റു പറഞ്ഞോ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ആരെങ്കിലുമൊക്കെ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ നിരാശയിൽ നിൽക്കുകയാണ്, ആരെങ്കിലുമൊക്കെ തകർച്ചയിൽ നിൽക്കുകയാണ്, ആരെങ്കിലുമൊക്കെ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുകയാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ എന്റെ മാതാപിതാക്കളോ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണെങ്കിൽ ഫിലിപ്പി 4:13 നിന്നോട് പറയാണ്, നിന്നെ ശക്തനാക്കുന്നവനിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നീ ഒറ്റയ്ക്കല്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഓക്കെ, 2 ബലഹീനതകൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തെ ബലഹീനത എന്താ? ശാരീരിക ബലഹീനത. ശാരീരിക ബലഹീനതയിൽ എന്തൊക്കെ വരും? രോഗങ്ങൾ, പിന്നെ ശാരീരികമായ അശുദ്ധികളൊക്കെ ഇതിൽ വരും. പിന്നെ രണ്ടാമത്തെ വൈകാരിക ബലഹീനത. വൈകാരിക ബലഹീനതയിൽ വരുന്നതാണ് ദേഷ്യം, അസൂയ, ശോകഭാവങ്ങൾ, പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അഹങ്കാരം, പിന്നെ ആന്തരികമായ മുറിവുകളൊക്കെ ഈ വൈകാരികമായ ഇമോഷൻ മൂലമൊക്കെ ഉണ്ടാവും. അവഗണിക്കപ്പെട്ട ബാല്യം, ദുരുപയോഗിക്കപ്പെട്ട ബാല്യം, അനാഥത്വം, അവഗണന, ഇതൊക്കെ ഈ വൈകാരിക ബലഹീനതകളിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തേത് ആത്മീയ ബലഹീനതകൾ. ആത്മീയ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബലഹീനത എന്താണെന്ന് ആർക്ക് പറയാം? ആത്മീയ ജീവിതത്തിൽ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ബലഹീനത പാപം. വെരി ഗുഡ്. ഉണ്ടോ? ആത്മീയ ജീവിതത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത എന്താണെന്ന് ചോദിച്ചാൽ പാപമാണ്. വേഗം എടുത്തോ. ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. അവിടെ കാണുന്നത് കർത്താവ് പത്രോസിന്റെ വഞ്ചി എടുത്തിട്ട് കടലിലേക്ക് കുറച്ച് നീങ്ങി നിന്നിട്ട് വചനം പ്രഘോഷിക്കുകയാണ്. വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ പറയുന്നത് കൂടി ശ്രദ്ധിക്കണം കേട്ടോ, സമയമില്ല, അതുകൊണ്ടാണ്. എന്താണ് വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് പറയും, പത്രോസിനോട് ചോദിക്കും, നിങ്ങൾക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലേ? ഇല്ല കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിൽ നിങ്ങൾ വലയെടുത്ത് വലതുവശത്തേക്ക് വീശുവിൻ. അപ്പൊ പത്രോസ് പറയില്ലേ, ഇന്നലെ രാത്രി മുഴുവനും പണിയെടുത്താണ്, ഞാൻ മുക്കുവനാണ്, എനിക്കറിയാത്ത അറിവാണോ നിനക്ക്? അങ്ങനൊന്നും ചോദിച്ചില്ല. പക്ഷെ ഉള്ളിലുണ്ടാവണമായിരിക്കുമല്ല. പുള്ളിക്കാരനും കർത്താവ് ആരാണ്? തച്ചപ്പണിക്കാരനാണ്. എങ്കിലും കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് വല വീശാണ്. വല വീശി കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? ഫുൾ ഓഫ് ഫിഷ്. ആ ഡ്രാഗ്നെറ്റ് മുഴുവനും എന്ത് കിട്ടാണ്? മത്സ്യങ്ങൾ കിട്ടുകയാണ്. അവർക്ക് ഒറ്റയ്ക്ക് അത് പൊക്കാൻ പറ്റാത്തത് കൊണ്ട് അയൽപക്കത്തുള്ള വഞ്ചിക്കാരെയും കൂടി വിളിച്ചിട്ട് അത് വാരി ഇതിലേക്ക് എടുക്കുകയാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ഈ മത്സ്യത്തിന്റെ പെരുപ്പം കണ്ടു കഴിയുമ്പോ പത്രോസ് പറയാണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, കാരണം ഞാൻ പാപിയാണ്. കണ്ടോ? ആത്മീയ ജീവിതത്തില് മനുഷ്യനുണ്ടാകാനിടയുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്നാണ് പാപം. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എപ്പോഴാണോ നമ്മൾ പാപികളായിരിക്കുന്നത് അപ്പോഴാണ് ദൈവത്വങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ചെല്ലേണ്ടത്. കാരണം കർത്താവിന്റെ മാനിഫെസ്റ്റോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, മറിച്ച് പാപികളെ വിളിക്കാനാണ്. ഈ ഭൂമിയിലുള്ള സമയത്ത് കർത്താവിനെ കുരിശിലേക്ക് കയറ്റാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നെന്തായിരുന്നു? അവൻ പാപികളോടൊപ്പം
ഭക്ഷണത്തിനിരിക്കുന്നു. അവനൊരു ഷെമയോന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ചുങ്കക്കാരും വ്യഭിചാരികളും ഈ സമൂഹം മാറ്റി നിർത്തിയവരൊക്കെ അവിടെ നിൽക്കുകയാണ്. അവരെ വിളിച്ചു വരുത്തിട്ട് തന്തൂരി ചിക്കൻ അടിക്കുകയാണ് കർത്താവ്. മേശയ്ക്ക് വട്ട ഇരുന്നിട്ട് ആട്ടിറച്ചൊക്കെ വെച്ച് അടിക്കുകയാണ് പുള്ളിക്കാരൻ. സെലിബ്രേറ്റ് ചെയ്യാണ് അവരോടൊപ്പം. അങ്ങനെയൊന്നുമല്ല കേട്ടോ, തന്തൂരിയൊന്നും ആയിരുന്നില്ല അവിടെ, വേറെ എന്താണ്ടൊക്കെ ഫുഡായിരുന്നു. അച്ഛന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കർത്താവ് സെലിബ്രേറ്റ് ചെയ്യാണ് പാപികളോടൊപ്പം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരാനിടയുള്ള ഏറ്റവും വലിയ ബലഹീനതയാണ് പാപം. വിശുദ്ധ ഫൗസ്തീനയുടെ കർത്താവ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം കൂടി എനിക്ക് തരാനുണ്ട്. എന്താണ് കർത്താവെ ഞാൻ അങ്ങേക്ക് തരാനുള്ളത്? നീ നിന്റെ പാപങ്ങൾ എനിക്ക് തരിക എന്ന് കർത്താവ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തില് ഒരാളുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആളാണ്. ആ വ്യഭിചാരത്തില് പിടിക്കപ്പെട്ട സ്ത്രീ പാപം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവളെ കറക്റ്റായിട്ട് എവിടെ കൊണ്ടുവന്ന് തള്ളിയിടാണ്? കർത്താവിന്റെ മുന്നില് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് അവളെ കണ്ടു, കർത്താവ് അവളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട് അവസാനം, സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ? അപ്പൊ അവള് പറയും, ഇല്ല കർത്താവേ, എങ്കിലും ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. എപ്പോഴാണോ പലരും എന്ത് ചെയ്യുന്നറിയാമോ, പാപം ചെയ്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇനി കർത്താവ് എന്നെ സ്വീകരിക്കത്തില്ല, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴാണോ പാപത്തിൽ വീണു പോകുന്നത് അപ്പോഴാണ് കർത്താവിൻ്റെ കൃപ ഏറ്റവും കൂടുതൽ നമ്മളെ തേടിയെത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും അശുദ്ധരായിട്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ ശക്തി പ്രയോഗിച്ച് ചെല്ലേണ്ടത്. കർത്താവ് ആക്ച്വലി ഹി വെയിറ്റ്സ് ഫോർ us. കർത്താവ് നമ്മളെ കാത്തിരിക്കുകയാണ്. ലൂക്കായുടെ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അനുദപിക്കാത്ത 99 നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ പ്രതി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ലൂക്കായുടെ എഴുതിയ സുവിശേഷത്തില് 3 ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, പിന്നെ കാണാതെ പോയ ധൂർത്തപുത്രൻ, അല്ലെങ്കിൽ കാണാതെ പോയ മകൻ, അല്ലെങ്കിൽ ധൂർത്തപുത്രന്റെ ഉപമ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നമ്മൾ എപ്പോഴാണോ പാപിയായിരിക്കുന്നത് അപ്പൊ കർത്താവ് നമ്മളെ കാത്തിരിക്കുകയാണ്. അഭിഷേകത്തിന് വേണ്ടി ഒരു വചനം കൂടി അച്ഛൻ പറഞ്ഞു തന്നിട്ട് അച്ഛൻ നിർത്താണ്. യെശയ്യാ 40:29-31. ഈ വചനം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വചനമാണ്. എവിടെയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ ഭയത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ, സഹനങ്ങൾ എനിക്ക് നേരിടാൻ പറ്റത്തില്ലെന്നുള്ളൊരു ഒരു തുറവിയും ബോധ്യവും വന്നു കഴിയുമ്പോൾ ഈ വചനം എടുത്തൊരു 100 പ്രാവശ്യം കൂടെ വായിക്കുക. കർത്താവ് അങ്ങോട്ട് ശക്തി തരും. എഴുന്നേറ്റ് സിംഹത്തെ പോലെ ഗർജിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കും. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കണ്ണടയ്ക്ക്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കേ. ഒന്നേറ്റ് പറഞ്ഞേ, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തോടെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ.